ഈ പ്രദേശത്ത് അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി തുടക്കം കുറിച്ച റിവാം പ്രീമിയം ഫിറ്റ്നസ് ഹബ്ബ് എന്ന ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മത്തിന് വേണ്ടി ഇവിടെ എത്തിയ ബഹുമാന്യനായ ആക്ടറും സംവിധായകനും അതുപോലെ തന്നെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി വിഷയങ്ങളിൽ തൻ്റെതായ നിലപാട് ധൈര്യത്തോടെയും സ്ഥൈര്യത്തോടെയും വ്യക്തമാക്കി സോഷ്യൽ മീഡിയയിൽ കൂടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ അഖിൽ മാരാർ അവറുകൾ എന്തുകൊണ്ടും ഈ മഹത്തായ കർമ്മത്തിന് വേണ്ടി പ്രത്യേകമായി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് അദ്ദേഹത്തിൻ്റെ ഈ നിലപാട് കൊണ്ട് തന്നെ മാത്രമാണ്. അതുപോലെ തന്നെ ഈ മഹത്തായ കർമ്മത്തിൽ സ്പെഷ്യൽ ഗസ്റ്റായി എത്തിയ പ്രിയ സുഹൃത്ത് അസ്വിൻ ഷെഡ്ഡി, അദ്ദേഹത്തിനും എല്ലാവിധ അനുമോദനങ്ങളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ്, ഈ വാർഡിൻ്റെ മെമ്പർ, അതുപോലെ തന്നെ ബ്ലോക്ക് മെമ്പർ, അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ബാങ്ക് ചെയർമാൻ, ഇങ്ങനെ തുടങ്ങിയ രാഷ്ട്രീയ മത സാംസ്കാരിക മേഖലകളിലൊക്കെ വ്യക്തി മുദ്രകൾ പതിപ്പിച്ച മഹത്തായ വ്യക്തികളുള്ള ഈ സദസ്സിൽ വെച്ച് ഈ മഹത്തായ സ്ഥാപനം റിവാംപ് എന്ന ആ പേര് പോലെ തന്നെ നവീകരണം അഥവാ ശുദ്ധീകരണം, നമ്മുടെ ശാരീരികമായ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഈ സ്ഥാപനം ഇവിടെ നിലനിൽക്കണം. അതിന് വേണ്ടുന്ന എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും നാട്ടുകാരെന്നുള്ള നിലയിൽ നിങ്ങൾ ചെയ്ത് ഈ ഒരു മഹത്തായ സംരംഭത്തെ നമ്മുടെ ആരോഗ്യത്തിൻ്റെ സംരക്ഷണ കേന്ദ്രമാക്കി തീർക്കുന്നതിൻ്റെ ഒരു മഹത്തായ പ്രസ്ഥാനവും സ്ഥാപനവുമാക്കി വളർത്തിയെടുക്കുവാൻ വേണ്ടി നിങ്ങളെല്ലാം പരിശ്രമിക്കണം എന്നുള്ളതാണ്. ബഹുമാന്യനായ നമ്മുടെ വാർഡ് മെമ്പർ സൂചിപ്പിച്ചതുപോലെ ജീവിതശൈലി രോഗങ്ങൾ നമ്മളെയെല്ലാം കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ചെറിയ പ്രായത്തിൽ തന്നെ മാരകമായ ഷുഗറും BP-യും കൊളസ്ട്രോളും ഇങ്ങനെ തുടങ്ങുന്ന വ്യത്യസ്തമായ രോഗങ്ങൾ നമ്മളുടെ ജീവിതശൈലി കൊണ്ട് നമ്മെ കാർന്നു തിന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ നല്ലൊരു സമയത്ത് തന്നെ നമ്മൾ രോഗികളായി മാറിത്തീരും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറഞ്ഞ ഒരു ആപ്തവാക്യമുണ്ട്. രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതാണ് രോഗം വരാതെ സൂക്ഷിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഇത്തരം മാരകമായ രോഗങ്ങളിൽ നിന്ന് പോലും നമുക്ക് മുക്തി നേടാൻ ഇത് കാലഘട്ടത്തിൻ്റെ അനിവാര്യമാണ് ഇത്തരം സ്ഥാപനങ്ങൾ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം ഈ മഹനീയമായ സദസ്സിൽ ഈ മഹത്തായ ഈ പ്രസ്ഥാനത്തിന്, ഈ ഒരു സ്ഥാപനത്തിന് എല്ലാവിധ ഉയർച്ചയും അഭിവൃദ്ധിയും ഐശ്വര്യവും ഉയർച്ചയും ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരനായ സർവേശ്വരനായ ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഈ ഒരു മഹത്തായ സംരംഭത്തിന് എന്നെ ക്ഷണിച്ച എൻ്റെ സഹോദരി പുത്രൻ ദിലീപിനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള എല്ലാവിധ കൂട്ടുകാർക്കും ഇതിൻ്റെ പ്രവർത്തകർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും എല്ലാവിധ പ്രാർത്ഥനയും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നമസ്കാരം.